പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, ധാരാളം സമ്മേളനങ്ങൾ ഇതുപോലെ നടത്തിയിട്ടുള്ളതാണ്. 17/11/2022 വിശ്വപ്രസിദ്ധ വാദ്യകലാകാരൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി അക്കാദമിയുടെ ചെയർപേഴ്സണായും പുഷ്പാവതി വൈസ് ചെയർപേഴ്സണായും നാടകൃത്തും കവിയും ചിന്തകനും പ്രഭാഷകനുമായ കരിവള്ളൂർ മുരളി സെക്രട്ടറിയായി ചാർജെടുത്ത അക്കാദമിയുടെ കാലാവധി 15 കൂടി പൂർത്തിയാവുകയാണ്. കഴിഞ്ഞ 3.5 വർഷക്കാലത്തിനിടെ അക്കാദമി നിരവധി പദ്ധതികളാണ് ഏറ്റെടുത്ത് നടപ്പാക്കിയിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ മാധ്യമ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഈ പത്രസമ്മേളനം ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും അക്കാദമിയുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എല്ലാവരും സ്വാഗതം. പ്രിയപ്പെട്ടവരെ 17/11/2022 സംഗീത അക്കാദമിയുടെ കഴിഞ്ഞ 3.5 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഭരണസമിതി ചുമതലയേറ്റെടുത്തത്. 17-ന് ഞാനും 18-ന് മട്ടന്നൂർ ആശാനും സെക്രട്ടറിയും ചെയർപേഴ്സണുമായി ചുമതലയേറ്റെടുത്തു. ഈ കഴിഞ്ഞ 3.5 വർഷം പ്രധാനമായും നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു പരിസമാപ്തി എന്നോണം അതിൽ ഞങ്ങളെ ഏറ്റവും അധികം സഹായിച്ച തൃശ്ശൂരിലെ മാധ്യമ ലോകത്തോട് നന്ദി അറിയിക്കുന്നതിന് കൂടി വേണ്ടിയാണ്. പ്രത്യേകിച്ച് നിങ്ങളോട് ഒരു വിടവാങ്ങുന്നതിന് വേണ്ടി കൂടിയാണ് ഇന്ന് ഇതുപോലെ ഒന്നിച്ച് നമ്മൾ ഉണ്ടാവണമെന്ന് തീരുമാനിച്ചത്. അതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം 3.5 വർഷം പൂർത്തിയാക്കി, 3 വർഷത്തെ ടേം, അതിനുശേഷം 6 മാസത്തെ എക്സ്റ്റൻഷൻ, അത് നാളെ വൈകുന്നേരം 5 മണിയോടെ അവസാനിക്കുകയാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഭരണമാറ്റം അതിനെ തുടർന്ന് മാറിപ്പോകേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, രാജിവെക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിലും സെക്രട്ടറി എന്ന നിലയിൽ ചാർജ് ഹാൻഡ് ഓവർ ചെയ്യേണ്ട ഒരു പ്രശ്നമുള്ളതുകൊണ്ട് കൃത്യമായും നാളെ വൈകുന്നേരം 5 മണിക്ക് ചാർജ് ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ് എന്ന് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഉടനെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിലേക്ക് അത് ചുമതലപ്പെടുത്തുന്ന ആരിലേക്കും, അതല്ലെങ്കിൽ നമ്മുടെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിലേക്കും അത് ഹാൻഡ് ഓവർ ചെയ്ത് പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു ചുമതല. ഈ കഴിഞ്ഞ 3.5 വർഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന്, ഞാൻ ചുമതലയെടുക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും, ഏറ്റവും അധികം കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലാണ് വന്നത്. 45 ദിവസം നീണ്ടുവന്ന സമരം, അതിനെ തുടർന്നുണ്ടായ ഒരുപാട് മീഡിയയിൽ വന്നുകൊണ്ടിരുന്ന വളരെ നെഗറ്റീവായ വാർത്തകൾ, അത്തരമൊരു അന്തരീക്ഷം അവിടെയാണ് താൽക്കാലികമായി ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റ് സെക്രട്ടറിയുടെ ചുമതലയെ തുടർന്ന് ഞാൻ ചുമതല ഏറ്റെടുക്കുന്നത്. എനിക്ക് എടുത്തു പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തോന്നിയിട്ടുള്ളത് ഈ 3.5 വർഷം തൃശ്ശൂരിലെ മാധ്യമ ലോകവുമായി ഉണ്ടാക്കിയ ഏറ്റവും അടുത്തൊരു ഹൃദയബന്ധമാണ്. ഞാൻ 1988 KT മുഹമ്മദ് ചെയർമാനും MN ഗ്രൂപ്പ് സെക്രട്ടറിയുമായുള്ള കമ്മിറ്റിയിൽ നിർവാഹക സമിതി അംഗമായിട്ട് ഈ സംഗീത അക്കാദമി വന്നിട്ടുള്ള ഒരാളാണ്. പിന്നെ 96-ൽ ഇക്കോഡിയം ചെയർമാനും PO സെക്രട്ടറിയായ അക്കാദമിയിലും നിർവാഹക സമിതി അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അന്ന് തൊട്ട് ഇങ്ങോട്ടുള്ള അക്കാദമിയുമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നിയത്, ഒരർത്ഥത്തിൽ ഇത്രയും പോസിറ്റീവായി മീഡിയയുമായി ബന്ധപ്പെടുകയും മീഡിയ അത് പ്രകാശിപ്പിക്കുകയും ചെയ്തൊരു കാലം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ കടപ്പാട് യഥാർത്ഥത്തിൽ തൃശ്ശൂരിലെ മാധ്യമ സുഹൃത്തുക്കളോടുണ്ട്. അതിന് നിങ്ങളോട് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ് ഞാൻ തുടക്കത്തിൽ തന്നെ. പ്രധാനമായും ഒരുപാട് പരിമിതികളുണ്ട്, തുടക്കത്തിൽ തന്നെ അതുണ്ടായിരുന്നു. അതിന്റെ ഒരു നൈരന്തര്യം നഷ്ടപ്പെടുകയും പലരും മാറി മാറി സെക്രട്ടറി ആവുകയും ഒക്കെ വേണ്ടി വന്നിട്ടുണ്ട്. രാധാകൃഷ്ണൻ പൂർത്തിയാക്കാൻ പറ്റിയില്ല. അദ്ദേഹം ഒരു
സ്ട്രോക്ക് വന്ന് വളരെയധികം അവശ നിലയിലായി. അതിന്റെ ഒരു തുടർച്ച എന്നാണ് അദ്ദേഹം വിട്ടുപോവുകയും ചെയ്തു. അതിന്റെ തുടർച്ചയായി പ്രഭാരമേഴ്സി വന്നു. കുറച്ചു കാലം അദ്ദേഹം കഴിഞ്ഞ് അതിനുശേഷം കെ ജനാർദ്ദനിലേക്ക് സർക്കാരിന്റെ സെക്രട്ടറിയിലേക്ക് അധികാരം കൈമാറേണ്ടി വന്നു. അങ്ങനെയാണ് ഞാൻ വരുന്നൊരു തൊട്ടു മുമ്പുള്ള സമയം അങ്ങനെ വളരെയധികം ഭരണപരമായ അസ്ഥിരതകൾ ഉണ്ടായിരുന്ന ഒരു കാലമാണ്. അതിനുശേഷം ശ്രമിച്ച ഒന്നാമത്തെ ഇവിടുത്തെ പത്രസമ്മേളനം തൊട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യങ്ങൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഒക്കെ എടുത്തുകൊണ്ട് പരമാവധി ജനാധിപത്യപരമായും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ്. ആ വാക്ക് ഈ നിമിഷം വരെ പാലിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിലും വിശേഷിച്ച് മിക്കവാറും എല്ലാ മാധ്യമ സുഹൃത്തുക്കളും എന്തെങ്കിലും നെഗറ്റീവായ ഒരു ന്യൂസ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് വിളിച്ച് വസ്തുതകൾ ഉറപ്പുവരുത്തി മാത്രം, ഇനി അഥവാ ഏതെങ്കിലും ഒരു ഭാഗം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ മറുപടി കൂടി കൊടുത്തുകൊണ്ടല്ലാതെ ഒരൊറ്റ വാർത്ത പോലും ഈ ഒരു കാലയളവിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. ചെങ്ങനാട് അക്കാദമിയുടെ ചരിത്രത്തിലാണെങ്കിൽ ഞാൻ അത് കൂടി പറയാനാണ് ഇവിടെ വന്നത്. ഈ എല്ലാ മണ്ഡലത്തിലും ഒന്ന് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് നിങ്ങൾ തിയേറ്ററുകൾ നോക്കി അറിയാം. KT തിയേറ്റർ ആയാലും റെഡി തിയേറ്റർ ആയാലും ബ്ലാക്ക് ബോക്സ് ആയാലും അതുപോലെ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ ഗസ്റ്റ് ഹൗസ് ആയാലും അത് മുഴുവൻ പുതുക്കിപ്പെടുന്നു. ഇത്രയും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്കിടയിൽ 12 പേർക്ക് ഇരിക്കാവുന്ന ഒരു ചെറിയ ക്യാൻറ്റീൻ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 60 പേർക്ക് കൂടി അഡീഷണൽ ആയി ഇരിക്കാവുന്ന ഒരു വലിയ കഫേ അവിടെ ഉണ്ടാക്കിയെടുത്തു. മികച്ച ഭക്ഷണം കൊടുക്കുന്ന എല്ലാവരും എത്തുന്ന ഒരു സ്ഥലമായി മാറി. ഇത് ആ ക്യാമ്പസിനെ തന്നെ സജീവമാക്കി. പരിപാടികളുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടായി. അതുകൊണ്ട് അതിനൊരു അടിസ്ഥാന സൗകര്യങ്ങളുണ്ടായ വളർച്ച, പിന്നെ പ്രസിദ്ധീകരണ വിഭാഗത്തിൽ ഒരു കെട്ടിടം ഉണ്ടാക്കി, ഒരു ബുക്ക് സ്റ്റാൾ പുതുതായിട്ട് തുടങ്ങി. ഏറ്റവും കൂടുതൽ ഒരു മ്യൂസിയത്തിന്റെ പണി രംഗകലാ മ്യൂസിയം 2008 അടച്ചുപൂട്ടിയതാണ്. ഇപ്പോൾ മ്യൂസിയത്തിലെ മുഴുവൻ പ്രോപ്പർട്ടികളും ക്യൂറേറ്റ് ചെയ്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കെട്ടിട നിർമ്മാണം ഈ കഴിഞ്ഞ 3 ദിവസം മുമ്പ് ആരംഭിച്ചിരുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി സർക്കാർ ഒരു സ്പെഷ്യൽ ഫണ്ട് അനുവദിക്കേണ്ടായ 50 ലക്ഷം, അതിൽ 10 ലക്ഷം തന്നു. അത് നിർമ്മിതി ഏൽപ്പിച്ച് അതിന്റെ പണി തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അടിസ്ഥാനപരമായി ഈ അടിസ്ഥാന സൗകര്യങ്ങളിലുള്ള ഒരു വികാസം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിനപ്പുറത്ത് ഘടനാപരമായ ഒരുപാട് മാറ്റമുണ്ട്. നമുക്ക് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പ്രസിദ്ധീകരണ രംഗത്തുള്ളവർ എന്ന കാര്യം. KD 1964 സാക്ഷാൽ കാവാലം എഡിറ്ററായി ആരംഭിച്ചത്. ഞാനിവിടെ വന്ന് ചാർജ് എടുക്കുമ്പോൾ ഇപ്പോഴും 12-13 വർഷം മുമ്പ് മരിച്ചുപോയ കാവാലം തന്നെയാണ് എഡിറ്ററും പ്രിന്ററും പബ്ലിഷറും ഒക്കെ ആയിട്ട് RNA രജിസ്ട്രേഷനിലുള്ളത്. ഈ 62 വർഷത്തിന് ശേഷം കേരളത്തിലെ 10,000-ഓളം മലയാള മാസികകളുടെ RNA രജിസ്ട്രേഷൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ബോധപൂർവം മലയാളത്തിലുള്ള പ്രസിദ്ധീകരണങ്ങളുടെ രജിസ്ട്രേഷൻ ഇല്ലാതാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ KDക്ക് അത് വീണ്ടെടുക്കാൻ കഴിഞ്ഞു. പുസ്തക പ്രസിദ്ധീകരണത്തിന്റെ ISBN രജിസ്ട്രേഷൻ പൂർണ്ണമായി ഇപ്പോൾ ISBN നമ്പറോട് കൂടിയാണ് നമ്മുടെ പുസ്തകങ്ങൾ ഇറങ്ങുന്നത്. KDയുടെ വരിക്കാരുടെ എണ്ണം വർദ്ധിപ്പിച്ചു. അതിന്റെ ക്വാളിറ്റി നാളിതുവരെയുള്ളതിൽ ഏറ്റവും മികച്ച നിലയിലേക്ക് പ്രൊഡക്ഷനും അതിന്റെ കണ്ടന്റും മാറ്റിയെടുത്തു. പ്രസിദ്ധീകരണ വിഭാഗത്തിൽ അത്രയും മാറ്റമുണ്ടായി. പിന്നീട് കഴിഞ്ഞ 2016 മുതൽ ഈ വർഷം വരെയുള്ള സാധാരണ അക്കാദമികളൊന്നും അത് ചെയ്തിട്ടില്ല. പക്ഷെ ഇത്രയും വർഷം വരെയുള്ള മുഴുവൻ കണക്കുകളും ചാർട്ടർ അക്കൗണ്ടന്റ് ഓഡിറ്റ് ചെയ്ത് അതിന്റെ മുഴുവൻ റിട്ടേണുകൾ IT റിട്ടേണുകൾ ഫയൽ ചെയ്തു. ചൊവ്വ രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്തു. ഇനി CSR രജിസ്ട്രേഷൻ കൂടി അതിനോടൊപ്പം തന്നെ അപ്ലിക്കേഷൻ നൽകിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അക്കാദമി ഇപ്പോൾ അനുഭവിക്കുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് പകരം പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലുള്ള കോർപ്പറേറ്റുകളുടെ ധനസഹായം കൂടി നമുക്ക് സ്വീകരിക്കാൻ കഴിയും. ആ നിലയിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരുമായും കേന്ദ്ര സംഗീത അക്കാദമിയുമായും ഉണ്ടായിരുന്ന ബന്ധം മുഴുവൻ ശിഥിലമായിട്ടുണ്ടായിരുന്നു. എത്രയോ വർഷങ്ങളായിട്ട് അത് പുനഃസ്ഥാപിച്ചു. കേന്ദ്ര സംഗീത അക്കാദമി ചെയർപേഴ്സണായിട്ടുള്ള സന്ധ്യ പുരേശയെ നേരിട്ട് ഞാൻ കണ്ട് സംസാരിക്കുകയും അവരുമായി ഉണ്ടാക്കിയുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ കൾച്ചർ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഇഫോക്കിന് കഴിഞ്ഞ 2 വർഷമായി 35 ലക്ഷം, ഇത്തവണ 25 ലക്ഷം, അങ്ങനെ 2 വർഷങ്ങളായി കേന്ദ്രത്തിന്റെ ഒരു സഹായം കൂടി ലഭിക്കുന്ന നിലയിലേക്ക് മാറി. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികളുടെ നടുവിലും ഈ 4 വർഷത്തെയും ഇഫോക്ക് ഏറ്റവും മികച്ച നിലയിൽ നടത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ അതുമായി ബന്ധപ്പെട്ടുള്ളത് നമ്മുടെ മാധ്യമപ്രവർത്തകരാണ്. അതിൽ ഉണ്ടായിട്ടുള്ള തിരക്ക് ഓരോ വർഷവും ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിധത്തിൽ അത് ഏറ്റവും അധികം ആകർഷകമാക്കി അതിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ എല്ലാ നിലയിലും
വളരെയധികം മുന്നോട്ട് പോകാൻ. പിന്നെ പരിപാടികളുടെ കാര്യത്തിലാണെങ്കിൽ 50 വർഷം മുമ്പാണ് നാടകൃത്തുക്കളുടെ ഒരു വർക്ക്ഷോപ്പ് നടത്തിയെങ്കിൽ 50 വർഷത്തിന് ശേഷം നാടകൃത്തുക്കളുടെ വർക്ക്ഷോപ്പ്, ലൈറ്റിങ്ങിന്റെ വർക്ക്ഷോപ്പ്, ചമയത്തിന്റെ വർക്ക്ഷോപ്പ്, കഥാപ്രസംഗത്തിന്റെ വർക്ക്ഷോപ്പും കഥാപ്രസംഗ മഹോത്സവവും, മിമിക്സിന്റെ വർക്ക്ഷോപ്പ് തുടങ്ങി എല്ലാ മേഖലകളിലും, സാങ്കേതിക മേഖലകളിലും കലാമേഖലകളിലുള്ള വർക്ക്ഷോപ്പുകളുടെ നിരന്തരമായ, അതോടൊപ്പം തന്നെ ലോകത്ത് തന്നെ ആദ്യം എന്ന് വിളിക്കാവുന്ന വിധത്തിലുള്ള ദേശീയ താളവാദ്യോത്സവം, ദേശീയ ഫോക്ക് ഫെസ്റ്റിവൽ പോലുള്ള പരിപാടികൾ, അമച്വർ നാടക മത്സരം, മാടമോക്ഷം പോലുള്ള നാടകത്തിന് 1ാം സമ്മാനം നേടി എടുത്തുകൊണ്ട് അതിനെ ഈ അരങ്ങിലേക്ക് ഇറക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പിന്തുണ, പ്രൊഫഷണൽ നാടകോത്സവങ്ങൾ ഈ വർഷങ്ങളിലൊക്കെ നടന്ന ഇങ്ങനെ മൗലികമായ ഒട്ടനവധി പരിപാടികളുടെ സാധാരണ വികസന പ്രവർത്തനങ്ങൾ വാർത്തക്കത്ര അനുയോജ്യമല്ല എന്ന് എല്ലാവരും പറയാറുണ്ട്. എന്നാലും ഇത് പറയേണ്ടിയിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം പറയുന്നത്. ഒരുപക്ഷെ ഈ 67 വർഷത്തെ അക്കാദമിയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം വൈവിധ്യമാർന്ന, ഏറ്റവും അധികം എണ്ണം പരിപാടികൾ നടത്തിയത് ഈ 3.5 വർഷത്തിനിടയിൽ 14,000 കലാകാരരെ വേദിയിലേക്കും അതിന്റെ സ്റ്റേജിലേക്കുമായി കൊണ്ടുവന്ന ഒരു ചരിത്രം ഇതിനു ഉണ്ടായിട്ടില്ല. 14,000 കലാകാരരാണ് ഈ 3.5 വർഷത്തിനിടയിൽ പങ്കാളികളായത്. അതുപോലെ 143 മറ്റ് സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയുള്ള സഹായം അക്കാദമി ചെയ്തിട്ടുണ്ട്. നേരത്തെ എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, ഞാൻ വരുന്നതിന് തൊട്ട് മുമ്പ് 10 വാർത്തകളെങ്കിലും ഒരു പത്രത്തിന്റെ വാർത്തകൾ തന്നെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അത് ലഭിക്കുന്നില്ല, അതിന് തടസ്സമുണ്ടാകുന്നുണ്ട്, അതിന് പല സ്ക്രൂട്ടിനികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പക്ഷെ ഇപ്പോൾ അത് പൂർണ്ണമായും നാം ഒറ്റ ഫോൺ വിളിയിൽ തന്നെ ആ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കി അത് റെക്കമെൻഡ് ചെയ്ത് 143 സ്ഥാപനങ്ങൾക്ക് സെൻട്രൽ ഫണ്ട് കൊടുക്കാനുള്ള ഒരു സംവിധാനം, അതുപോലെ 100 കണക്കിന് കലാകാരർക്ക് സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി എന്നുള്ള പെൻഷൻ, കലാകാര പെൻഷൻ തുടങ്ങിയ ഒരുപാട് സഹായങ്ങൾ. മറ്റൊന്ന്, ഈ 3.5 വർഷത്തിനിടയിൽ അക്കാദമിയുമായി ബന്ധപ്പെട്ട ഒരു കലാകാരനും അനാഥനായി അന്ത്യയാത്ര പോകേണ്ടി വന്നിട്ടില്ല. എല്ലാവർക്കും സ്റ്റേറ്റ് ഓണർ. അത് ഈ ഇത്രയും കാലത്തെ ചരിത്രത്തിൽ എല്ലാ സ്ഥലങ്ങളിലും അവഗണിക്കപ്പെടുന്ന കലാകാരർക്ക് ഈ സ്റ്റേറ്റിന്റെ ഓണർ നൽകുക എന്നത് ഒരു നിർബന്ധമാക്കി പുലർത്തിയിട്ടുണ്ട്. തുടങ്ങി ഏറ്റവും ക്രിയാത്മകമായ ഒരുപാട് പരിപാടികൾ നടത്താൻ കഴിഞ്ഞ ഒരു കാലഘട്ടമാണ് ഇത്. മാധ്യമങ്ങൾ അതിൽ വലിയ പങ്കുവച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത്രയധികം പരിലാളനം നമ്മുടെ മാധ്യമ ലോകത്തൊന്നും ഒരു അക്കാദമിക് കാലത്തും ലഭിച്ചിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് അതിന് നിങ്ങളോട് ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നതെന്ന് ചോദിച്ചാൽ പറയാം. അത് നടപ്പിൽ വന്നിട്ടുണ്ട്, ഞാനിപ്പോ കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല. 2 കാര്യങ്ങളോട് ഓർമ്മിക്കണം. ആർട്ടിസ്റ്റ് ഡാറ്റാ ബാങ്ക് എന്ന പേരിൽ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇനിയൊരു പ്രോസസ്സാണ്. ഇനിയും പുതിയ കലാകാരർ വരും. ഇപ്പോൾ ഉള്ളത് തന്നെ കൂടുതലായിട്ട് വരണം. 1000-ലധികം കലാകാരർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്രയല്ല, എത്രയോ ഇരട്ടി കലാകാരന്മാർ ഇനിയും വരാനുണ്ട്. അത് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അത് പുറത്തു വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അക്കാദമിയുടെ ഔദ്യോഗിക സ്ഥാപനം എന്ന നിലയിൽ തന്നെ എല്ലാ ജില്ലകളിലും കേന്ദ്ര കലാസമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. ആ കേന്ദ്ര കലാസമിതികൾ അതത് ജില്ലകളിലെ രജിസ്റ്റേർഡ് ആയ, അഫിലിയേറ്റഡ് ആയ, അക്കാദമിയിൽ അഫിലിയേറ്റഡ് ആയ കലാസമിതികളുടെ ഒരു ഫോറമാണ്. ഇത് 14 ജില്ലകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയൊരു ജനകീയ അടിത്തറ ഇപ്പോ സംഗീത അക്കാദമിക്ക് ഉണ്ട്. അത് കമ്മിറ്റി മാറുന്നതിനനുസരിച്ച് അത് മാറാതിരിക്കാൻ ബൈലോയിൽ അത് അമെൻഡ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് കേരളത്തിൽ എവിടെ പരിപാടി അക്കാദമി നടത്തുമ്പോൾ പ്രാദേശികമായ ഒരു വലിയ പിന്തുണ കൂടി അതിനുണ്ട്. സദസ്സും ഇങ്ങനെ ഉണ്ടാകും. ഈ കലാസമിതികളൊക്കെ പൊതുവെ കുറഞ്ഞൊരു കാലഘട്ടമാണോ? അപ്പൊ ഈ കേന്ദ്ര കലാസമിതികളിൽ ഏത് തരമുള്ള ക്ലബുകളൊന്നും അവസ്ഥയില്ല. അത് നാടക സംഘങ്ങളുണ്ട്, നൃത്ത സംഘങ്ങളുണ്ട്, സംഗീതത്തിന്റെ സംഘങ്ങളുണ്ട്, ഈ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന സംഘങ്ങളുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത, ഈ കഴിഞ്ഞ 3.5 കൊല്ലത്തിനിടയിൽ ഒരുപാട് പുതിയ കലാസമിതികൾ ഉണ്ടായി. എത്രയോ കാലമായി നിർജീവമായ കലാസമിതികൾ മുഴുവൻ വീണ്ടും അപ്ഡേറ്റ് ചെയ്ത് അവർ പ്രവർത്തനത്തിലേക്ക് വന്നു. കലാസമിതി പ്രസ്ഥാനത്തെ സജീവമാക്കാനും കൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായിട്ട് കാണുന്നത്. ഈ സംഗീത അക്കാദമിയിലെ ആളുകളും അതുപോലെ ഡിവൈഡ് ചെയ്തിട്ട് വ്യത്യസ്തമായ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു പരിപാടി തുടങ്ങിയിരുന്നു. അത് പക്ഷെ പലപ്പോഴും കലാകാരന്മാർക്ക് ഒരു അന്യമാകുന്ന രീതിക്ക് മാറുന്നു. അതൊന്നും തിരിച്ച് വാടകയ്ക്ക് കൂടുതൽ പൈസ വരികയും അങ്ങനെ ഒരു സംഭവം കലാകാരന്മാർക്ക് ഓരോ ബിൽഡിംഗ് ആണല്ലോ. ഇപ്പൊ KT തിയേറ്റർ എന്ന് പറയുന്ന ഒന്നാണ്. പിന്നെ ഒന്നുള്ളത് മുരളി തിയേറ്ററാണ്. മുരളി തിയേറ്ററിന്റെ വാടക നാടക റിഹേഴ്സലുകൾക്ക് പറ്റുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ
1000 രൂപക്ക് ടാക്സ് അടക്കം 1000 രൂപക്ക് അതിന് സ്റ്റേജ് വിട്ടുകൊടുക്കാൻ തുടങ്ങി. തിയേറ്റർ മൊത്തം എടുത്ത് വരുമ്പോൾ ഒരു 7000 രൂപയോളം വരും. അത് ഒഴിവാക്കാൻ നാടകപ്രവർത്തകർക്ക് റിഹേഴ്സലിനുള്ള സൗകര്യത്തിന് വേണ്ടി അതിന് സ്റ്റേജ് മാത്രം കൊടുക്കും. അങ്ങനെയാണ്. എല്ലാ കാലത്തും അതാണ്. 8 മണിക്കൂറാണ്. 8 മണിക്കൂർ 14 മണിക്കൂർ രണ്ടാണ്. ഇപ്പൊ പുതിയതായിട്ടുള്ളതാണ് കൊടുക്കാറില്ല. ഒരു ദിവസത്തേക്ക് മുഴുവനായിട്ട് കൊടുക്കാറില്ല. ഒന്നാമത് നിയമപരമായ തടസ്സങ്ങളുണ്ട്. 10 മണി കഴിഞ്ഞാൽ ഇപ്പോ ഒരു ഇടപെടലുണ്ട് അതിനകത്ത്. അപ്പൊ അതുകൊണ്ടാണ്. പിന്നെ രാത്രി 10 മണിക്ക് ശേഷം ഒന്നും പ്രോഗ്രാം വരുന്നില്ല. പഴയ എങ്ങനെ ഇല്ല അങ്ങനല്ല. അത് 8 മണിക്കൂർ നേരത്തേക്കാണ് ഇത് വാടക കൊടുക്കുന്നത്. ചില ആളുകൾ 10 to 6 എടുക്കും, 2 to 10 എടുക്കും, അങ്ങനെയാണ് 3 to 11 എടുക്കും. 8 മണിക്കൂറാണ് നമ്മുടെ ഫിക്സഡ് റെന്റ് എന്ന് പറയുന്നത്. പിന്നെ കേരളത്തില് ഇത്രയുമുള്ള തിയേറ്ററിന്റെ ഏറ്റവും കുറഞ്ഞ വാടക അക്കാദമിയിലാണ്. അതിപ്പോ ആള് സമ്മേളനത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിനൊരു വ്യത്യാസമൊന്നും കാണുന്നില്ല. പിന്നെ മഹാഭൂരിപക്ഷമുള്ള അഭിനയിക്കുന്ന സംഘടനകളാണ്. അവർക്ക് 50% റേറ്റിനാണ് കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും വലിയൊരു തിയേറ്ററിന്റെ യഥാർത്ഥ വാടക ചോദിച്ചാൽ നമ്മൾ കണ്ടത്. പിന്നെ വേറെ ഇതിന്റെ മെയിൻ്റെനൻസിന് അറിയാമല്ലോ. നമുക്ക് മെയിൻ്റെനൻസിനുള്ള ലേബർ ചാർജ് എന്ന് പറയുന്നതിന് കുട്ടിയാൽ നമുക്ക് അറിയുന്നത് അത്രയും കോസ്റ്റ്ലിയാണ്. എന്നാലും ഇപ്പോഴും ആ വാടക തന്നെയാണ്. ഒരു വ്യാപകമായ പ്രചാരണം പുറത്ത് നടത്തുന്നുണ്ട്. അത് വാസ്തവമല്ല സത്യത്തിൽ. പിന്നെ ഇതിന് ഒരു തടസ്സമില്ല. അതൊക്കെ ഇപ്പൊ ഈ അടുത്ത ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആളാണ് ആ ദിവസം അവിടെ വന്നിട്ട് അന്ന് വന്നിട്ട് ഇന്ന് ഇത് വാടകയ്ക്കുണ്ടല്ലോ. അന്ന് അവിടെ അയാളുടെ നാടക രജിസ്റ്റർ കഴിഞ്ഞ് ഇന്നലെ വൈകുന്നേരം അവിടത്തേക്ക് പോയി ഫേസ്ബുക്ക് പോസ്റ്റ് ഇതേ ആശയമാണ് അത് ഇട്ടിരിക്കുന്നത്. അങ്ങനെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അന്ന് രാവിലെ അയാൾ വന്നിട്ട് അത് വാടകയ്ക്കെടുത്ത് അവിടെ റിഹേഴ്സൽ നടത്തുന്നു. അന്ന് തന്നെ അയാളുടെ ഒരു ഗസ്റ്റ് അവിടുത്തെ മുറിയിൽ താമസിക്കുന്നു. പിന്നെ ഈ ഗസ്റ്റ് ഹൗസ് എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ഏതാണ്ട് പൂജപ്പുര ജയിൽ പോലെ ഇരുന്നതാണ്. അത് മുഴുവൻ പ്ലാസ്റ്റർ ചെയ്ത് കാര്യം അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ കുറച്ച് കഴിയുന്നതോടുകൂടി ഈ വെറും ഇഷ്ടിച്ചവർ മാത്രമുള്ളത് മുഴുവൻ അതിന്റെ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇഴജന്തുക്കൾ പോലും അതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്ന സ്ഥിതി ഉണ്ടായി. അപ്പൊ അതാണ് ഒരു മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ 6 മാസത്തോളം അതിന്റെ മെയിൻ്റനൻസ് വേണ്ടി വന്നു. കാരണം ഇതിനൊന്നും ഈ സീവേജ് ലൈനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ടാങ്കുകളൊക്കെ ഇപ്പോഴാണ് വെച്ചത്. അത് 98-ലാണ്. അന്ന് ഞാനും കൂടിയുള്ള ഒരു കമ്മിറ്റിയാണ് അത് ചെയ്തത്. പക്ഷെ അതിന്റെ മുഴുവൻ പൂർത്തിയാക്കാൻ ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പൊ അതൊക്കെ പൂർത്തിയാക്കിയിരിക്കുന്നു. 3 മുറികൾ അഡീഷണൽ ആക്കി ഉണ്ടാക്കുകയാണ് ചെയ്തത്. പുതിയ കൺസ്ട്രക്ഷൻ അല്ല. അത് കൂടി വേറെ തരത്തില് ഡിവൈഡ് ചെയ്തെടുത്തിട്ട് അത് കൊടുക്കാൻ തുടങ്ങി. ഏറ്റവും കൂടുതൽ കഠിനമായ പരിശ്രമം നടത്തി. ഇപ്പം CM ലെവലില് CM-ക്കാരും പിന്തുണയായിരുന്നു. പക്ഷെ അതിന് ഏറ്റവും ഒരു തടസ്സമായി വന്ന ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു നിലപാടാണ്. ആലോചിച്ച് നോക്കിയാൽ അവർ പറയുന്നതിൽ കുറച്ചൊരു ശരിയുണ്ട്. കാരണം ഇന്ന് സംഗീത അക്കാദമിക്ക് ആദ്യം കൈമാറിയ 4 ഏക്കർ ഭൂമി സത്യത്തിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് തന്നതാണ്. രാമനിലയത്തിന്റെ ഭൂമി നിന്നാണ് ഇങ്ങോട്ട് തരുന്നത്. അതിൽ 1 ഏക്കർ ഭൂമി നമ്മൾ 50 സെന്റ് ബാലഭവന് കൊടുത്തു. ജവഹർ ബാലഭവന് 25 സെന്റ് മുണ്ടശ്ശേരിക്ക് കൊടുത്തു. 25 സെന്റ് ലളിത അക്കാദമിയും കൊടുത്തു. അപ്പൊ 1 ഏക്കർ ഭൂമി അതിൽ നമ്മൾ കൊടുത്തു. ബാലഭവന് ആദ്യം പാർക്കിങ്ങിനും കുട്ടികൾക്ക് കളിക്കാനും വേണ്ടി ഉണ്ടാക്കിയ ഒരു 50 സെന്റ് ഉണ്ട്. ആ 50 സെന്റ് കിട്ടണമെന്ന് പറഞ്ഞിട്ട് രാമനിലയത്തിനെതിരെ ബാലഭവന്റെ ഒരു കേസ് ഇപ്പൊ കോടതിയിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഈ ക്ലെയിം വീണ്ടും വന്ന ഒരുവിധം എല്ലാവരുടെ റിപ്പോർട്ട് അനുകൂലമായിരുന്നു. സംസ്കാരം ഇപ്പോൾ പൂർണ്ണമായിട്ടും പിന്നെ CM-ന്റെ അടുത്ത് തന്നെ ഞാൻ നേരിട്ടൊക്കെ സംസാരിച്ചാണ്. അവരൊക്കെ വന്നിരുന്നു. പക്ഷെ ടൂറിസം പറഞ്ഞൊരു കാര്യം, അവരുടെ ഉള്ള സ്ഥലം മുഴുവൻ പലരായിട്ട് ഇങ്ങനെ ചോദിച്ചും വാങ്ങിയും കൊണ്ടുപോവുകയാണ്. രാമനിലയം സിറ്റ് കാറ്റഗറി കൂടിയുള്ള ഒരു ഗസ്റ്റ് ഹൗസ് ആണ്. അതിനാവശ്യമുള്ള കുറച്ചും കൂടി ഏരിയ വേണം. പക്ഷെ അവരത് ഒട്ടും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നൊന്നുമില്ല. ഇപ്പൊ ഞങ്ങളെ ഒരു പ്രത്യേകത അത് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. എങ്കിലും അവർക്ക് അതും കൂടെ വിട്ടുകൊടുത്താല് 50 സെന്റ് മറ്റേത് വിട്ടുകൊടുക്കാന്നുള്ളതിലേക്ക് എത്തും എന്നുള്ളതാണ് അവരുടെ ഒരു തോന്നൽ. ഞാൻ അവരെയൊക്കെ പോയി കണ്ടിരുന്നു. അപ്പൊ അവര് പറയാൻ ഇതിന് ചോദിക്കാനും പറയാനും ആളില്ലാത്ത പോലെയാണ്. അതുകൊണ്ട് നിങ്ങളൊരു 25 സെന്റെങ്കിലും വരും. ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങള് ഭൂമിയിൽ തരിക വേണ്ട, ലീസിനോ ഉടമസ്ഥത കയ്യിൽ വെച്ചോളൂ, ഉപയോഗിക്കാനുള്ള ഒരു അവകാശം എന്നുള്ള നിലയിൽ അത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു വലിയ മെസ്സേജ് ആവുമായിരുന്നു. പക്ഷെ അത് സാധിച്ചില്ല. നമ്മുടെ ചിലത് എത്ര ശ്രമിച്ചാലും നടക്കാതെ പോകുമല്ലോ. അതിന്റെ കാരണം ഇതാണ്. പക്ഷെ ഭാവിയിൽ ഇത് റേസ് ചെയ്ത് കൊണ്ടുവരണമെന്നാണ് ഞാൻ അപ്പോഴും മീഡിയയാണ് ഏറ്റവും കൂടുതൽ ഒരു ഇഷ്യൂ ആക്കി കൊണ്ടുവന്നത്. പക്ഷെ അത് സാധിക്കാതെ പോയത് അവരുടെ ഒരു ഉത്കണ്ഠയാണ്. ഈ ടൂറിസത്തിന്റെ ഭൂമി മുഴുവൻ എല്ലാവരും ഇട്ട് കൊണ്ടുപോകാൻ നല്ലൊരു തോന്നലാണ്. പിന്നെ ഇനി ചെയ്യാവുന്ന ഒരു കാര്യം
ഇപ്പോഴും നമ്മുടെ പഴയ മ്യൂസിയം നിന്നെടുത്ത് ഒരു കൾച്ചറൽ കോംപ്ലക്സ് ഉണ്ടാക്കുക എന്നുള്ള ഒരു വലിയ ശക്തമായ ഡിമാൻഡ് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അത് ഞാനും പോകുന്നതിന് മുമ്പായിട്ട് റേസ് ചെയ്തിട്ടുള്ള എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതൊരു സ്റ്റേറ്റ് കൾച്ചറൽ മ്യൂസിയത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. എന്നാലും ഒരു കൾച്ചറൽ കോംപ്ലക്സിനും കൂടി ഒരു നല്ല തിയേറ്ററിനും കൂടി ഉണ്ടാക്കാനുള്ള ഒരു സ്ഥലം അവിടെ കണ്ടെത്താൻ കഴിയും. നഗരത്തിന്റെ ഹൃദയത്തിലുള്ള ഒരു സ്ഥലമാണ്. ഇഫോക്ക് പോലുള്ളവ നടത്താൻ സഹായമാവും. ഇപ്പോൾ ഇഫോക്കിന്റെ എത്ര അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക എന്ന് പറഞ്ഞാലും ഇനി അവിടെ നമുക്ക് കെട്ടാനുള്ള സ്ഥലമില്ല. ഇപ്പൊ തന്നെ മ്യൂസിയം കിട്ടുന്ന സ്ഥലം തന്നെ ഉള്ളൊരു സ്ഥലത്തുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇനി അതിന് അകത്ത സ്ഥലമില്ല. പിന്നെ ആൾക്ക് ശ്വാസം കഴിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടാവില്ല. അതാണ് ഈ 64 വർഷത്തെ ചരിത്രം തയ്യാറാക്കുമ്പോൾ അത്. അത് അതെ, അത് ബൈജു ചന്ദ്രനാണ് അത് ചെയ്യുന്നത്. ഞാനും കൂടി ചേർന്ന് ഞങ്ങള് ഷാനി ഞങ്ങളൊരു ടീമായിട്ട് നിന്നിട്ടാണ് സഹായിക്കുന്നത്. അതിപ്പോ 2 അധ്യായങ്ങൾ വന്നിടത്തോളം ഏറ്റവും വിഷമമുള്ള ആദ്യത്തെ കാലത്തെ 2 അധ്യായങ്ങൾ വന്നു. അത് കേളി പബ്ലിഷ് ചെയ്തു. അത് പ്രിന്റഡായിട്ട് പുസ്തകമായിട്ട് ഇറക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ ഡോക്യുമെന്റ് ഇല്ല. അതാണ് പല ഈ കേളി തന്നെ ചില മാസങ്ങളിൽ ഇറങ്ങിയിരുന്നില്ല കുറെ കാലം പലപ്പോഴും. അപ്പൊ അതിന്റെ ഡോക്യുമെന്റ് ഇല്ല. ഏറ്റവും ശ്രമകരമായ ഒരു ഭാഗമാണ് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് തുടരുന്നുണ്ട്. ഇപ്പൊ ഈ ഏറ്റവും കൂടുതലുള്ള കമ്മിറ്റി 1 കൊല്ലത്തേക്ക് കൂടെ നീട്ടിയിട്ടുണ്ട് അതിന്റെ കാലാവധി. അതിനെ നമ്മളെ ഫണ്ടിൽ നിന്ന് തന്നെ പ്ലാൻ ഫണ്ട് എടുത്തിട്ട് ചെയ്യാൻ പ്രസിദ്ധീകരണത്തിനുള്ള ഫണ്ടിൽ നിന്നാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു ഫണ്ടും അദ്ദേഹം വാങ്ങിയിട്ടില്ല ഇതുവരെ. അതാണ് സാധ്യതയുണ്ട്. പക്ഷെ ഒരിക്കലും വേണ്ടാന്ന് വെക്കരുത് എന്നുള്ളതാണ് നമ്മുടെ അത് പറഞ്ഞോളൂ. അപ്പൊ ഈ പല സംവിധാനങ്ങളും അങ്ങനെ ചിലപ്പം ഇപ്പൊ ഉദാഹരണത്തിന് കേന്ദ്ര കലാസമിതി പോലുള്ള ഒരു സംവിധാനം അങ്ങനെ ഏതെങ്കിലും അതെല്ലാം തുടരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം രാഷ്ട്രീയമായ മാറ്റങ്ങളുണ്ടാവും. പക്ഷെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ വളരെ മികച്ച ഭാവിക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് ആശയങ്ങളുണ്ടാവും. അതിന് തുടർച്ചയുണ്ടാവും. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ മുഴുവൻ അതുപോലെ ഒരു ജനകീയതയോടുകൂടി തുറന്നു കൊണ്ടുപോകാനുള്ള ഏറ്റവും വലിയ ഒരു പൊതുജനങ്ങളുടെ സമ്മർദ്ദം എന്ന് പറയുന്നത് സത്യത്തിൽ അതിന്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് മാധ്യമങ്ങൾ വഴിയാണ്. അങ്ങനെ ഏതെങ്കിലും ഇല്ലാതാവുമ്പോൾ ശരിക്കും മാധ്യമങ്ങളുടെ കൂടി ഒരു വലിയ ഇടപെടൽ ഉണ്ടാവുമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇത്തവണ അതും കൂടെ ചോദിച്ച് വളരെ നന്നായി. ഞാനിവിടെ ചാർജ് എടുക്കുന്ന സമയത്ത് 6.5 കോടിയാണ് പ്ലാൻ ഫണ്ട്. അത് വന്നിട്ടില്ല. പക്ഷെ ഇപ്പോ പൂർണ്ണ ഈ വർഷത്തെ പ്ലാൻ ഫണ്ട് 13 കോടിയാണ് പ്ലാൻ ഫണ്ട്. സത്യത്തിൽ അത് മുഴുവൻ കിട്ടിയാൽ ഇഫോക്കും വളരെ ഗംഭീരമായി നടത്തി നമുക്ക് മുന്നോട്ട് പോകാനാണ്. അത് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കം ചെയ്യാൻ പറ്റും. കാരണം ഏറ്റവും ചെലവ് കുറച്ചാണ് നമ്മൾ പരിപാടികൾ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഒന്നിനും ഒരു പകിട്ട് പറഞ്ഞിട്ടില്ല. ഈ വർഷത്തെ ഇഫോക്ക് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഏറ്റവും മികച്ച ചാമ്പ്യൻസ് ആയിരുന്നു ഈ വർഷം. പക്ഷെ മൊത്തം പകിട്ട് അങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിന്റെ പരമാവധി ചെലവ് കുറക്കുക എന്നുള്ളതിന് വളരെ ചെറുപ്പം മുതലേ ഈ ഒരു പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ ഇൻവോൾവ് ചെയ്ത് വന്നതുകൊണ്ട് അതിന്റെ ഒരു ശീലം അത് നമ്മൾ ശരിക്കും പ്രയോഗിച്ചിട്ടുണ്ട്. പരമാവധി സത്യസന്ധമായിട്ടും പരമാവധി ചെലവ് കുറച്ചിട്ടും ആർട്ടിസ്റ്റുകളുടെയും മറ്റെല്ലാ ഭാഗത്തിന്റെയും വലിയ സഹായം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് നടത്തിയത്. അതുകൊണ്ട് ഒരു ഉദാഹരണത്തിന് ഈ വർഷത്തെ 8 ദിവസത്തെ ഇത്രയും വലിയ ഇഫോക്ക് 9 നാടകങ്ങൾ വന്നു. ഒരു നാടകത്തിന് വരാൻ പറ്റിയില്ല. എന്നാലും അതിന് ചെലവ് ഒന്ന് കുറയും. അതിന്റെ വിസ ചാർജ് അതിനൊക്കെ നമ്മൾ കുറെ കൊടുക്കേണ്ടി വരും. എന്നിട്ടും 2,60,00,000 ഇത്തവണ ഇഫോക്ക് തീർക്കാൻ പറ്റും. അത്രയും കഠിനമായ ഒരു പരിശ്രമം ഇതിനകത്തുണ്ട്. അധ്വാനാണ് അതിലെത്താ. ഇത് നമ്മുടെ സ്റ്റാഫടക്കമുള്ളവരൊക്കെ രാത്രി 1 മണി വരെയും 2 മണി വരെയും എല്ലാ ദിവസവും ഉറക്കളച്ചിരുന്നിട്ടാണ് ഇതിന്റെ വർക്ക് ചെയ്യുന്നത്. അതൊന്നും പെയ്ഡല്ല. അങ്ങനെയാണ്. മനുഷ്യാധ്വാനാണ് അതിൽ ഏറ്റവും കൂടുതൽ. അപ്പോ പരമാവധി മാറ്റം ഉണ്ടാക്കുക എന്നുള്ളത്. ഇപ്പൊ 88 വളരെ ചെറിയൊരു പ്രായത്തിലാണ് ഞാനിവിടെ അന്ന് വരുന്നത്. അന്ന് മുതൽ ഈ എന്നെങ്കിലും ഒരിക്കൽ അക്കാഡമിയിൽ വന്നാൽ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റി. പക്ഷെ നമ്മൾ ഇത്രയും ഇമാജിനേഷൻ ഉണ്ടാകുമ്പോൾ ഒരുപാട് ബാക്കിയായി പോയിട്ടുണ്ടാകും. അതിലൊന്നാണ് ഈ പറയുന്ന പലതും, രാമോയിലെ ക്യാമ്പസ് അതുപോലുള്ള കാര്യങ്ങൾ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇനി തുറന്നു വരുന്നവര് അത് കുറെ കൂടി മുന്നോട്ട് കൊണ്ടുപോയാൽ അത്ര ഉചിതമായിരിക്കും എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ട് വേണ്ടത് എനിക്ക് തോന്നുന്നു ഈ കാര്യങ്ങൾ തുറന്നു പറയുക. ജനങ്ങളോട് തുറന്നു പറയുക എന്ന് പറഞ്ഞാൽ മീഡിയയോട് തുറന്നു പറയുക. അങ്ങനെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഫലം ഉണ്ടാവും. ജനങ്ങൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുക. അപ്പോ ഏതാണോ തെറ്റായ വഴി, ഞാനിപ്പോ ഒരു ഉദാഹരണം പറയാണ്. ആകെ ഒരു നെഗറ്റീവായി തുടർച്ചയായ വാർത്ത വന്ന 2021 ഇഫോക്ക് കഴിഞ്ഞ ഉടനെ പഴയ മുരളി പ്രതിമ അതിന്റെ റൈറ്റ് ഓഫ് ചെയ്തൊരു സമയത്ത് വന്ന് പലരും ധരിച്ച് അവിടെയുള്ള കരിങ്കൽ പ്രതിമയുടേതാണ്. അതല്ല, തീരുമാനിച്ചൊരു ശില്പിക്ക് കൊടുത്ത പണമാണത്. അത് 13 ലക്ഷത്തോളം വേണ്ടിയിരുന്ന ഒരു വെങ്കല പ്രതിമയാണ്.
പക്ഷെ അത് വേണ്ടാന്നാണ് തീരുമാനിച്ചത്. എന്ന് മാത്രമല്ല, ആ കമ്മിറ്റിയിൽ ഞങ്ങളൊരു തീരുമാനം കൂടി എടുക്കും. ഇനി മുതൽ ഒരിക്കലും അക്കാഡമിയിൽ ഒരു പ്രതിമയെ സ്ഥാപിക്കാൻ പറ്റില്ല. അത് അതിനുള്ള സ്ഥലമല്ല. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു കമ്മിറ്റി എടുത്ത തീരുമാനത്തിനെ നിരാകരിക്കല്ല, പക്ഷെ പ്രതിമകൾ ഒരിക്കലും വേണ്ട സ്ഥലമല്ല. അത് ഏറ്റവും വലിയ മൊബിലിറ്റിയുടെയും ചലനാത്മകതയുടെയും ഒരു കേന്ദ്രമാണ്. അതൊന്നും നമ്മൾ നിശ്ചേതനമാക്കി വെക്കേണ്ട ഒന്നല്ല ഒരിടമല്ല. അങ്ങനെ വന്നാല് പ്രതിമയുടെ ഒരു സ്ഥലമായിരിക്കും, ഒരു ഗ്രേവിയാർഡോ പിന്നെ സ്റ്റാച്യൂസ് അങ്ങനെ വരും. അത്രയധികം വലിയവരാണ്. KT മുഹമ്മദിന് തിയേറ്റർ ഉണ്ട്. ഒരു പ്രതിമ ആവാലോ, തിക്കോടിയനാവാലോ, കാവാലത്തിനാവാലോ. 10 കൊല്ലം തുടർച്ചയായിട്ട് സെക്രട്ടറിയാണ്. ഇതിനൊരു അടിസ്ഥാനം ഉണ്ടാക്കിയത് ഏറ്റവും പ്രവർത്തിച്ച ആളാണ്. അപ്പൊ അതിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതാ ആ ഭാഗമല്ല അക്കാദമി നോക്കേണ്ടത്. ഇത്രയാണ്. അത് മൊത്തം പ്ലാനിന്റെ ഒരു പ്രശ്നം തന്നെ അതാണല്ലോ. ബജറ്റ് എന്ന് പറയുന്നത് തന്നെ ഇത്രയാണ് പ്ലാൻ. പക്ഷെ ഒരു അവസാനം ആകുമ്പോഴേക്കും അതിൽ 50% കട്ടി. പക്ഷെ സത്യത്തിൽ എനിക്ക് തോന്നുന്നു മറ്റെല്ലാ അക്കാദമികളെക്കാളും പ്ലാൻ ഫണ്ട് അത് ഞാൻ ഈ വലിയ വെച്ചുകൊണ്ട് കൂടെ ഒരു ബലമാണ്. അതുകൊണ്ടാണ് ഇത്രയധികം ഇത് വർദ്ധിപ്പിച്ചത്. ഇപ്പോൾ മറ്റു അക്കാദമികളുടെ മൊത്തം ഫണ്ട് അലോട്ട്മെന്റ് നോക്കിയാൽ അറിയാം, നേരെ 3 കൊല്ലത്തിനിടയിൽ ഡബിൾ ചെയ്തിരിക്കുകയാണ്. 6.5 കോടിയിൽ നിന്ന് 13 കോടിയിലേക്ക്. ഇവിടെ മറ്റു പലതിനെയും കുറയരുത്, സാഹിത്യ അക്കാദമി പോലും കുറയാണ് ചെയ്തത്. അതാണ്. അപ്പോ അത് ശരിക്കും പക്ഷെ ഇതിന് ആവശ്യമുണ്ട്. അത്രയധികം ഏരിയയാണ്, അത്രയധികം കലാരൂപങ്ങളാണ്, അത്രയധികം പ്രവർത്തനങ്ങളാണ്. അപ്പൊ അത്രയും വലിയ പിന്തുണ നമുക്ക് ആവശ്യമുണ്ട്. എന്റെ ഒരു സങ്കല്പം അനുസരിച്ച് ഒരു 25 കോടി രൂപയെങ്കിലും പ്ലാൻ ഫണ്ട് ഇതുപോലൊരു കാലത്ത് ലഭിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഒരു സ്വപ്നത്തിന്റെ അങ്ങേയറ്റം കൊണ്ടുപോയി ഇത് നടത്തി എടുക്കാനാവും. അത്രയൊക്കെ അർഹിക്കുന്നുണ്ട് നമ്മുടെ സാംസ്കാരിക രംഗം. ബജറ്റിന്റെ എത്ര നിസ്സാരമായ ഒരു ശതമാനമാണെന്ന് ആലോചിച്ചാൽ 0.02 ഒക്കെയാണ് വരുന്നതാകെ. അതല്ലല്ലോ, കൾച്ചർ എന്ന് പറഞ്ഞാൽ ജീവിതമാണ് ഇതിന്റെ ശരിയായ. മറ്റെല്ലാത്തിനും കിട്ടുന്ന പോലെ കിട്ടണം. അതാണ്. ഏതായാലും ഇത്രയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. നാളെ വൈകുന്നേരം 5 മണിയോടുകൂടി അവസാനിപ്പിക്കും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് MB ശുഭ, ഇരിങ്ങാലക്കുടക്കാരിയാണ്. അവരിവിടെ തുടരും പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ പറഞ്ഞോളൂ. പിന്നെ അനിലിനെ പിന്നെ എല്ലാവർക്കും അറിയാം. പിന്നെ ഷാനി മീഡിയയുടെ കോർഡിനേറ്ററും കൂടിയാണ്. ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഒരു സൗഭാഗ്യം കൂടിയാണ് ഇതൊക്കെ, നിങ്ങളെ എല്ലാവരെയും തമ്മിൽ. പിന്നെ ഒരു വലിയ സ്ത്രീപക്ഷം ഉണ്ട്. നമ്മുടെ ഓഫീസ് തന്നെ മഹാഭൂരിപക്ഷം സ്ത്രീകളാണ്. എന്നിട്ടാണ് ഈ രാത്രി പുലരുന്നവരേക്കുള്ള ഈ പരിപാടികളൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്നത്. അതിനു വേണ്ടി ഉറക്കളച്ചവരൊക്കെ തയ്യാറായിരുന്നു. പിന്നെ ഒരു കുടുംബം പോലെ ആക്കി അതിനെ മാറ്റാൻ എപ്പോഴും അതിനിടയിലുണ്ടായിരുന്ന ഒരുപാട് സ്പർദ്ധകളെ ഇല്ലാതാക്കാൻ, അതൊക്കെയാണ് ഞാൻ പ്രധാനമായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം. അതിന്റെ ഒരു കൾച്ചർ നമ്മളിപ്പോ ഈ കോൺക്രീറ്റിലും കല്ലിലും മരത്തിലും ഒന്നും നിക്ഷേപിക്കുന്ന പോലെയല്ല, മനസ്സിലെ ആശയങ്ങളും മൂല്യങ്ങളും നിക്ഷേപിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് അവർക്കത് തുറന്നുകൊണ്ടു പോകാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ദൗത്യം ഏറെക്കുറെ പൂർത്തിയാക്കി. അത്രയേ ഉള്ളൂ. മുഴുവൻ സ്വപ്നങ്ങളും തീർക്കുക എന്നുള്ളതല്ല, പരമാവധി വിവാദങ്ങൾ അധികമില്ലാതെ നിങ്ങളുമായുള്ള ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ തുറന്നുകൊണ്ടുപോകാൻ പറ്റി. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കും. അല്ല, എനിക്ക് ഏതാണ്ട് റിട്ടയർ ചെയ്യേണ്ട വയസ്സൊക്കെ ആയി. റിട്ടയർ ചെയ്യേണ്ട വയസ്സല്ല, ഞാന് 2013 37 കൊല്ലത്ത് സർവീസ് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത ആളാണ്. ഇപ്പൊ പിന്നെ അത് കഴിഞ്ഞ് 13 വർഷം കഴിഞ്ഞിരിക്കും. വയസ്സ് നേരിട്ട് പറയണ്ട വിചാരിച്ചിട്ടില്ല. അപ്പൊ ഏതാണ്ട് 70 കഴിഞ്ഞു. എന്നാലും ഞാൻ വിശ്രമിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ 3-3.5 കൊല്ലം എഴുത്ത് വായനയെല്ലാം മുടങ്ങിയിരിക്കുകയാണ്. വായന കുറച്ച് നടക്കും, എന്നാലും എഴുത്തൊക്കെ മുടങ്ങിയിരിക്കുകയാണ്. പിന്നെ ഞാൻ എന്തെങ്കിലും എഴുതിയാലും അതിനെ നമുക്ക് പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റില്ല ഈ സമയങ്ങളിൽ. എങ്ങനെ വന്നാലും അത് ഒരു ആക്ഷേപത്തിനിടയാക്കും. ഒരു പാട്ട് പോലും ഞാൻ അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് എഴുതിയില്ല. അപ്പൊ അതൊക്കെ തുടരുക. പിന്നെ സാംസ്കാരിക പ്രവർത്തനത്തിൽ ഉറച്ചു നിൽക്കുക. പരമാവധി ഇനിയും ഇതുപോലുള്ള സംഘാടനത്തിലും കൂടി നിൽക്കുക. അതാണ്. പിന്നെ അതുകൊണ്ട് എൻ്റെ ഒരു റെക്കോർഡ് 21ാമത്തെ സെക്രട്ടറിയാണ് ഞാനിവിടെ വരുന്നത്. പക്ഷെ ചെയർമാന്മാര് വലിയ പൊസിഷനിലുള്ളവർ വന്നിട്ടുണ്ടെങ്കിലും ഈ സംഗീത അക്കാദമിയുടെ തന്നെ പരമോന്നത പുരസ്കാരം പരോക്ഷമാണ്. അത് കിട്ടിയ ഒരാളാണ്. അത് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഇവിടെ സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുക്കുന്നത്. അതുപോലെ ഇനിയും മാത്രമല്ല, അക്കാദമിയുടെ അവാർഡിന്റെ ചരിത്രത്തിൽ ഒരാൾക്ക് മാത്രമാണ് നാടകരചന, സംവിധാനം, അഭിനയം എന്റെ കൂട്ടത്തിൽ സംഘാടനം എന്നുള്ള ഒരു ഒറ്റ അവാർഡിനെ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ ഇന്ന് വരെ. അതൊന്നും എനിക്കറിയില്ല. അതാണ്. അപ്പൊ ആ ഒരു
അർപ്പിച്ച വിശ്വാസം ഏതോ 2006 കമ്മിറ്റിയാണ് ആ വാർത്ത. ആ വിശ്വാസം പരമാവധി പുലർത്താൻ ശ്രമിച്ചു. നിങ്ങളുമായിട്ട് ഇത്രയും വലിയൊരു സൗഹൃദം ഈ പിരിയുന്ന നേരത്തും നിലനിർത്താൻ കഴിയുന്നത് അതൊക്കെയാണ് ഏറ്റവും വലിയ കാര്യം. ഒരാളുമായിട്ട് ഉടക്കിയിട്ടില്ല. ഇനി പിന്നെ നിങ്ങൾക്ക് പോലും സഹിക്കാൻ പറ്റാത്ത ചില ഈ പുസ്തകത്തിലുള്ളവരാണെന്നില്ല, അവരുമായിട്ടൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. മറ്റെല്ലാവരുമായിട്ടും വളരെ സൗഹൃദം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറയാണ്. അപ്പോൾ നിങ്ങൾ നൽകുന്ന ഈ പിന്തുണ തുടർന്ന് ഇതേപോലെ ശക്തമായിട്ട് ഇനിയും കൊടുക്കണം. എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ തീരുമാനിക്കപ്പെടാത്ത നിലയിലേക്ക് ഒരു പുതിയ വകുപ്പ്, മന്ത്രി, ആള്, അതിനുശേഷം ഭാരവാഹികളൊക്കെ വരാൻ ചിലപ്പോൾ ഒരു ഇടവേള ഉണ്ടാവും. അതിനിടയിൽ എല്ലാവരും അതിനുള്ളൊരു സമയം ഇവർക്ക് കൂടെ കൊടുക്കണം മാത്രമാണ് എനിക്ക് പറയാൻ.